Hey guys, അങ്ങനെ സൂപ്പർ കണ്ടു. And actually, I didn't feel this is a very bad movie. But to be honest, this movie had nothing new to offer. In fact, ഒരു 10 വർഷം മുമ്പാണ് ഈ പടം ഇറങ്ങിയതെങ്കിൽ this would have been a blockbuster trendsetter. Now, I didn't feel this movie is actually that bad because of few things this movie did perfectly. അതിൽ എടുത്തു പറയേണ്ടത് മിലി ആൽകോക്ക് പ്ലേ ചെയ്യുന്ന സൂപ്പർ ഗേളിന്റെ ക്യാരക്ടറാണ്. ആൾ അത്യാവശ്യം നല്ല രീതിയിലാണ് സൂപ്പർ ഗേളിനെ പോർട്രേ ചെയ്തിരിക്കുന്നത്. ഓൾസോ സൂപ്പർ ഗേളിനെ നല്ല രീതിയിലാണ് ഈ മൂവിയുടെ അകത്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ബാക്ക് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ നല്ല കൺവിൻസിംഗ് ആയിരുന്നു. ഓൾസോ ഇതിൽ ജേസൺ മാമോ പ്ലേ ചെയ്യുന്ന ലോബോ എന്ന് പറഞ്ഞ ക്യാരക്ടർ അത്യാവശ്യം നല്ലതായിരുന്നു. പുള്ളി ഒരു എക്സ്റ്റൻഡ് ക്യാമിയോ പോലെയാണ്, പക്ഷെ ഉള്ള ടൈമിലൊക്കെ അത്യാവശ്യം നല്ല ഒരു സ്ക്രീൻ പ്രസൻസ് തന്നെയാണ് ഈ മൂവിയിൽ ജേസൺ മാമോന് കൊടുക്കാൻ പറ്റിയിരുന്നത്. ഈ മൂവിയിൽ എനിക്ക് ഇഷ്ടപ്പെടാതിരുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ദിസ് മൂവി ആക്ച്വലി ക്ലിയർലി ലാക്ട് എ സ്ട്രോങ് വില്ലൻ. ക്രമായിട്ട് പ്ലേ ചെയ്ത ക്യാരക്ടർ നല്ല രീതിയിലാണ് അത് പോർട്രേ ചെയ്തത്, പക്ഷെ ഒരു സ്ട്രോങ് വില്ലൻ എന്ന് പറയാൻ പാകത്തിനുള്ള ഒരു വില്ലനിസം ഒന്നും ആ ക്യാരക്ടറിന് ഉണ്ടായിരുന്നില്ല. ആൻഡ് ഓൾസോ എനിക്ക് ഈ അടുത്തിറങ്ങിയ സൂപ്പർമാനിലാണെങ്കിലും ഇപ്പൊ വന്നേക്കുന്ന സൂപ്പർ ഗേളിലാണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ഫാക്ടറാണ്, എല്ലാ ഫ്രെയിം എടുത്ത് നോക്കുന്ന സമയത്തും മാർവൽ മൂവി ആയിട്ടുള്ള ഗാർഡിയൻസ് ഓഫ് ദ ഗാലക്സിനെ ഓർമ്മ വരും. ഇൻഫാക്ട് ഈ ഒരു മൂവിയുടെ അകത്ത് നമ്മൾ സൂപ്പർ ഗേളിനെ എടുത്ത് മാറ്റിയിട്ട് ഗാർഡിയൻസ് ഓഫ് ഗാലക്സിയിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടറിനെ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വുഡ് ക്ലിയർലി മാച്ച് ദ സ്ട്രക്ചർ. ആൻഡ് യെസ്, ക്ലൈമാക്സിലോട്ട് വരുമ്പോഴുള്ള ചോപ്പി ആയിട്ടുള്ള VFX. സോ ടു വെൻ സൂപ്പർ ഗേളിന്റെ പോസിറ്റീവും നെഗറ്റീവും ചേർന്ന് ഇറ്റ് ടേൺഡ് ഔട്ട് ടു ബി ആൻ ആവറേജ് മൂവി. ഈ പടം തിയേറ്ററിൽ പോയി കാണണമെന്നും ഒരു നിർബന്ധമില്ല. സോ ദാറ്റ്സ് സൂപ്പർ ഗേൾ ഫോർ യു. ടേക്ക് കെയർ.